യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളതായ ഭാഗം ദൈവത്തിന് മാത്രം ആരാധന. ഇവിടെ ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നതായി ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ അവരോട് ഇങ്ങനെ ചെയ്യണം, അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണം, അവരുടെ ബിംബങ്ങളെ തകർക്കണം, അവരുടെ അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം, അവരുടെ വിഗ്രഹങ്ങളെ തീയിൽ ഇട്ട് ചുട്ടുകളയണം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനം ആകുന്നു. പുറം ജാതീയ ആരാധന വിശ്വാസങ്ങൾക്കെതിരെ കർത്താവായ യേശുക്രിസ്തു മോശ മുഖാന്തരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായ ഒരു കൽപ്പനയാണിത്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയോ അവയെ നമസ്കരിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യുവാൻ പാടില്ല എന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ പുറംജാതീയ ആരാധന എന്ന് പറയുന്നത് ദൈവം കൊടുത്തിരിക്കുന്നതായ നിർദ്ദേശങ്ങൾക്കും അപ്പുറം ഉള്ളതായ ചില ആരാധനാ രീതികളെക്കുറിച്ചും ചില വ്യവസ്ഥകളെക്കുറിച്ചുമാണ്. ഇവിടെ ദൈവത്തെക്കാൾ നാം എന്തിന് മുൻതൂക്കം കൊടുക്കുന്നുവോ അത് വിഗ്രഹ ആരാധനയ്ക്കായി ദൈവം കണക്കിടുന്നു. ഇവിടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആരാധനയിലും കർത്താവായ യേശുക്രിസ്തുവിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ടുള്ളതായ കാര്യാദികൾ ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്. കാലാകാലങ്ങളായി വേദപുസ്തകത്തിൽ കൂടി ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയോ അവയെ വണങ്ങുകയോ അവയെ നമസ്കരിക്കുകയോ ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ ആരാധനാ മൂർത്തിയായിട്ടിരിക്കുന്നതായ ചില വിഗ്രഹങ്ങൾ, ചില സാഹചര്യങ്ങൾ, അതായത് കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെക്കാൾ ഒന്നിനും മുൻതൂക്കം കൊടുക്കുവാൻ പാടുള്ളതല്ല. ഈ ഭൂമിയിൽ ഉള്ളതെല്ലാം ഒരു സമയത്തേക്ക് മാത്രം ഉള്ളതാണ്. ശലോമോന്റെ എഴുത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഭൂമിയിൽ സകലത്തിലും മായ ഉണ്ട്, എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയിൽ മായ ഇല്ല. അതായത് കാലാകാലങ്ങളോളം ദൈവത്തിന്റെ വീണ്ടും വരവ് വരെയും ഈ കൽപ്പനകൾ മനുഷ്യൻ പാലിക്കപ്പെടണം എന്നുള്ളതായ ഒരു വ്യവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവം അവരോട് ഇസ്രായേൽ ജനതയോട് ഇങ്ങനെ പറയുന്നു: ബലിപീഠങ്ങൾ ഇടിച്ചു കളയണം, ബിംബങ്ങളെ തകർത്ത് കളയണം, അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം, അവരുടെ വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ടുകളയണം. ഇവിടെ ഇന്ന് ഏറ്റവും വലിയ ഹീനകൃത്യങ്ങൾ എന്ന് പറയുന്നത് ദുരാചാരങ്ങളും അനാചാരങ്ങളും വിഗ്രഹ ആരാധനയുമാണ്. ദൈവത്തിന്റെ കൽപ്പനകളെ വളച്ചൊടിച്ചുകൊണ്ട് വിഗ്രഹ ആരാധനകളുമായി കൂട്ടിക്കലർത്തിക്കൊണ്ട് ഇന്ന് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് നടിക്കുമ്പോൾ ദൈവം വ്യക്തമായിട്ട് നമ്മോട് പറയുന്നു ഇവയൊക്കെ നശിപ്പിച്ചു കളയണം എന്നുള്ളതാണ്. ഇന്ന് വിഗ്രഹ ആരാധനയും ദുരാചാരങ്ങളും മനുഷ്യനെ നാശത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇസ്രായേല്യർ കർത്താവായ ദൈവത്തിന്റെ ഒരു വിശുദ്ധ ജനമാണ്. ആ ജീനിയോളജിയിൽ ഉള്ളതായ നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ ജനവും രാജകീയ പുരോഹിത വർഗവുമാണ്. നാം കുഞ്ഞാടിന്റെ രക്തത്താൽ നാം മുദ്രയിടപ്പെട്ടവരാണെങ്കിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് മാത്രം ആരാധനയ്ക്ക് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ജീവിതത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ച് അവിടുന്ന് ബലപ്പെടുത്തട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പൊന്നു ദൈവമേ, പൊന്നു നാമത്തിനായി നന്ദി അർപ്പിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്നതായ കൽപ്പനകളെയും പ്രവചനങ്ങളെയും മാനിച്ചുകൊണ്ട് ദൈവമേ വിഗ്രഹാരാധനകളെയും ദുരാചാരങ്ങളിലും അകപ്പെട്ടു പോകാതെ അങ്ങയുടെ പ്രത്യാശയിൽ ജീവിപ്പാൻ അങ്ങ് സഹായിക്കണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.